ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയും ഇല്ല, പണിക്കാരും ഇല്ല, പട്ടികേട്ടണത്തിൽ ഒരു കൂട പോലും ഇല്ല. ഇതാണ് നമ്മുടെ വയനാട് ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയുമില്ല, പണിക്കാരുമില്ല, പട്ടി കിടന്നിടത്ത് പട്ടിയുടെ കൂട പോലും ഇല്ല. ഇത് പറഞ്ഞിരിക്കുന്ന ഒരാള് എനിക്ക് തോന്നുന്നു UDFന്റെ ഒരു അനുഭാവിയൊക്കെ ആയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഈ പറയുന്ന ഇലക്ഷന് മുൻപ് ഇവർ വലിയ പ്രഹസനങ്ങളായിരുന്നു. ഇലക്ഷന് ശേഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ സംസാരിക്കുന്നത്. ഈ ഭരണം മാറിയതോ ഭരണ കക്ഷികൾ മാറിയതോ അല്ലെങ്കിൽ പാർട്ടി മാറിയതോനെ പറ്റി ഒന്നും ഒരു ബോധ്യമില്ലാത്തവനാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അവനെ അവഹേളിക്കൊന്നുമല്ല. പക്ഷെ അവൻ പറയുന്നത് ഇലക്ഷന് മുൻപ് വലിയ പ്രഹസനങ്ങളൊക്കെ ആയിരുന്നു, എന്നാൽ ഇലക്ഷന് ശേഷം ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളെ ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല, വളരെയധികം ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പണികൾ പോലും നടക്കുന്നില്ല എന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, നീ ഈ വീഡിയോ പങ്കുവെച്ച സമയത്ത് കുറച്ച് ചിരിക്കുന്ന ആളുകളെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്, നീ വീഡിയോ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സിദ്ദിഖ് എന്ന് പറയുന്നൊരു നല്ല മനുഷ്യനുണ്ടല്ലോ അവിടെ, അദ്ദേഹത്തിനോട് കണ്ടിട്ടല്ല, അദ്ദേഹത്തിനെ കണ്ടൊരു നിവേദനം കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ് ആണ് അത്രയും നമ്മുടെ ഈ വയനാട് ടൗൺഷിപ്പ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതിന്റെ പ്രധാന കാരണം പിണറായി വിജയനോ പിണറായി വിജയന്റെ കൂടെയുള്ള പാർട്ടിയിലുള്ള അംഗങ്ങളോ ഒന്നുമല്ല ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് പണിയെടുത്തത്. സിദ്ദിഖ് എന്ന് പറയുന്ന ശ്രുതിക്ക് വീട് വെച്ച് നൽകിയ 10 നിലയുള്ള ഒരു വീട്, ഒരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് ശ്രുതിക്ക് വെച്ച് നൽകിയ സിദ്ദിഖാണ് ഇവിടുത്തെ താരം. അദ്ദേഹമാണ് നമ്മൾ ഈ കാണുന്ന ടൗൺഷിപ്പ് എല്ലാം പൂർണ്ണമാക്കാനായിട്ട് മുന്നിലേക്ക് നിന്നതും. അദ്ദേഹത്തിന്റെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന കുറെ ആളുകളുണ്ട്. നീ ജസ്റ്റ് ഒന്ന് അവരെ പോയി കണ്ടിട്ട് അവരുടെ അടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കുറച്ച് പണിയെങ്കിലും നടന്നേനാടാ മോനെ. നീ പറയുന്നുണ്ടല്ലോ ഈ ഇലക്ഷന് മുൻപ് വലിയ പ്രഹസനമായിരുന്നു, ഇലക്ഷന് ശേഷം ഒന്നുമില്ല എന്നുള്ളത്. ഇലക്ഷന് മുൻപ് എവിടെയാടാ പ്രഹസനം നടത്തിയത്? ആരെങ്കിലും പ്രഹസനം നടത്തുന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നോ? പിണറായി വിജയൻ അടങ്ങുന്ന അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനാണ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതർ എല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവരും ഉടയവരും ഇല്ലാതെ ഒരു രാത്രി അങ്ങോട്ട് ഇരുണ്ട് നേരം പുലർന്നപ്പോഴത്തേക്കും എല്ലാം കൺമുൻപിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ജീവിതം മാത്രം തിരികെ കിട്ടിയ ആളുകൾ. ആ ആളുകളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം അവർക്കെല്ലാം ഒരുമിച്ച് കയറി താമസിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു ഭവന നിർമ്മാണം വേണം, അല്ലെ ഒരു ഭവന നിർമ്മാണ പദ്ധതി വേണം എന്ന ആവശ്യം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം ഏറ്റെടുത്ത് അവിടെ പണികൾ ആരംഭിച്ച് 178 വീടുകൾ ആദ്യഘട്ടമായിട്ട് നൽകുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ അത്രയും വീടുകളും അവർക്ക് വേണ്ടി സാധ്യമാക്കിയ ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അവരൊരിക്കലും ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ ഒരു പണി ആരംഭിച്ചത്. 2024 ഈ പറയുന്ന മഹാപ്രളയം ഉണ്ടായതെങ്കിൽ അതിനുശേഷം 2025 ആയപ്പോഴേക്കും തന്നെ ഏകദേശം വീടുകളുടെ പണികൾ ഏകദേശം വാർപ്പിന്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നീ ഇന്ന് ഈ പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നീ പറയുന്നത് ഇലക്ഷന് മുൻപ് വലിയ പ്രഹസനമായിരുന്നു എന്നാണ്. ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടല്ലടാ മോനെ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ സാധ്യമാക്കിയത്. ആ ജനങ്ങളുടെ കണ്ണുനീർ കണ്ടിട്ടാണ്, ആ ജനങ്ങളുടെ കണ്ണുനീരിലുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള വിഷമം കണ്ടിട്ടാണ്, അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ്. അത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഇലക്ഷൻ വരുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുൻപെയാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് പോയത്. ഇലക്ഷൻ വരുന്നതിന് 2 ദിവസം മുൻപ് പോയി തറക്കല്ലിട്ട് വീട് പണിയുന്നൊരു പരിപാടി അല്ല ഇത്. എന്നാൽ ഇതൊന്നും നടക്കാതെ, ഇതൊന്നും ചെയ്യാതെ വെറും ഒരു 2 കല്ല് മാത്രം വാരിയിട്ടിട്ടിരിക്കുന്ന ഒരു ടീംസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞത്, തോൽക്കേണ്ടവർ ജയിച്ചു, ജയിക്കേണ്ടവർ തോറ്റു എന്ന്. ജനങ്ങൾ വിധി എഴുതിയപ്പോൾ, ജനങ്ങളും EVM തട്ടിപ്പും കൂടി എല്ലാം കൂടെ ഒരുമിച്ചപ്പോൾ അവിടെ തോറ്റുപോയത് ജനനന്മ മാത്രം ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന നല്ലൊരു മനുഷ്യന്മാർ അടങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു. അതിന് നമുക്കൊന്നും പറയാനില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു കമ്മിയാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനത് സന്തോഷത്തോടു കൂടി ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനൊരു കമ്മി തന്നെയാണെന്നുള്ളത്. കാരണം മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള, മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ അതിനെ തള്ളി പറയുന്നില്ല, ഞാനൊരു കമ്മി തന്നെയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട, ഞാനത് അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കടാ മക്കളെ. പിന്നെ ഇത് കമ്മിയുടെ കരച്ചിലാണോ കമ്മിയുടെ സന്തോഷമാണോ എന്നൊന്നും നീയൊന്നും പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. കാരണം ഇത് കമ്മി മാത്രമല്ല കരയാൻ പോകുന്നത്, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും കരയാൻ പോവുകയാണ്. ഈ സതീശന്റെ അല്ലെ സതീശനാദികളുടെ വെറും മൂളപ്രഹസനങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ശരിക്കും കരയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വയനാട് ടൗൺഷിപ്പ് സാധ്യമാക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ സംഘടനയായിട്ടും ഈ കോൺഗ്രസിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത അല്ലെ ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായത്. ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കാം, എന്താണ് അവൻ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയും ഇല്ല, പണിക്കാരും ഇല്ല, പട്ടികേട്ടണത്തിൽ ഒരു കൂട പോലും ഇല്ല. ഇലക്ഷന്റെ സമയത്ത് ആരെയല്ലോ കാണിക്കാൻ വേണ്ടി എന്തെല്ലോ ചെയ്ത് കൂട്ടിയത്.
ഒരു പണിക്കാരും ഇല്ലാണ്ട് അനാഥമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ചളി പിടിച്ചിട്ട് കണ്ടില്ല, ആകെ ചളി പിടിച്ചിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് അവൻ പറയുന്നത്. ഇലക്ഷൻ്റെ സമയത്ത് എന്തൊക്കെയോ ആരെയൊക്കെയോ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊണ്ടിരുന്നതാണ്. ഇന്ന് ചെളിയൊക്കെ പിടിച്ചിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആരുമില്ല, പണിക്കാർ പോലുമില്ല. വീടുകളൊക്കെ പാതി അവസ്ഥയിൽ, പാതി വഴിയിൽ കിടക്കുകയാണ് അതിൻ്റെ നിർമ്മാണം എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നീയൊക്കെ കൂടി ജയിപ്പിച്ചതല്ലേടാ, നന്ദികെട്ട ജനങ്ങളെല്ലാം കൂടി ജയിപ്പിച്ച് വിട്ടതല്ലേ, നീയൊക്കെ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഞാനങ്ങനെ പറയുന്നില്ല, നന്ദികെട്ടവരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പം എന്തായാലും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു പോസ്റ്റ് കൂടി കാണാനിടയുണ്ടായി. 24 ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു. പുനരധിവാസം വേഗത്തിലാക്കണം, 2ാം ഘട്ട നറുക്കെടുപ്പ് നടത്തി വീടുകൾ നിശ്ചയിക്കണമെന്ന് മുണ്ടക്കയിലെ ചൂരൽമല ദുരന്ത ബാധിതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. പണി പൂർത്തിയാവാതെ ഇലക്ഷന് മുൻപ് ഉദ്ഘാടനം നടത്തി ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും വാടക വീട്ടിൽ തുടരുന്നു. പുതിയ സർക്കാർ അവരുടെ പുനരധിവാസം വേഗത്തിലാക്കണം, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊങ്ങിയ അടിമ വന്നുകൊണ്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരോടൊക്കെ എനിക്ക് ഇപ്പോഴും ഈ ഇടതുപക്ഷം മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരും ഈ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല വികസനങ്ങൾ, ഇത്രയും നല്ല മാറ്റങ്ങളെല്ലാം ചെയ്തിട്ടും ഇടതുപക്ഷം എന്താണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നവന്മാരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, ഒരു വികാരവും തോന്നുന്നില്ല. വെറും മണ്ടന്മാരായിട്ടുള്ള അടിമ കൊങ്ങികളാണ് ഇവന്മാരെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു ബോധ്യവുമില്ലാതെ വെറും ഈ വേലക്കാരെയൊക്കെ പോലെയാണ് ഇവന്മാർ പണിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. PR വർക്ക് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അവരുടെ ഓച്ചാനിച്ച് നിൽക്കുന്ന, അവരുടെ മുൻപിൽ പോയി കുനിഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്ന വെറും അടിമകളെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വീട് നിർമ്മാണം ഇന്നും നടക്കുന്നില്ല, ഇനി നടക്കാനും പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സതീശനാദികൾ ഈ വീടിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് അവരുടെ എല്ലാവരുടെയും കരങ്ങളിലേക്ക് താക്കോൽദാനം ചെയ്യുമെന്നുള്ളത്? എനിക്കൊരിക്കലും തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യം തന്നെയായിരിക്കും, വലിയൊരു കാര്യം തന്നെയായിരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ അതൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ആ വീടുകൾ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ആ വീടുകൾ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സതീശനാദികൾ വിട്ടു. ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ഒന്നും ഞങ്ങൾ ചെയ്യാനായിട്ട് മുന്നിലേക്ക് നിൽക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിലാണ് ഇന്ന് ഈ പറയുന്ന വലതുപക്ഷം ഭരണപക്ഷമായിട്ട് വന്നിരിക്കുന്നത്. ഇടതുപക്ഷം എന്തൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇല്ലായ്മ ചെയ്യണം. അതിനെല്ലാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് തന്നെയും ഇന്ദിരാ ഗ്യാരണ്ടി, ഇന്ദിരാ ഭവന നിർമ്മാണ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോ മരിച്ചുപോയ ഒരാളുടെ പേരും പിടിച്ചുകൊണ്ടൊക്കെയാണ് ഇവരെന്ന് ഈ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ ആൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് തരാൻ പറ്റിയത്? ഇതൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ചോദിച്ചതല്ല, മുൻപേ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ മരിച്ചുപോയ ഒരാളുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ മരിച്ച ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ചോദിക്കേണ്ടി വരും, ഇതിലെന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ തരാൻ പോകുന്നതെന്നുള്ളത്. എന്തായാലും വയനാട്ടിലെ ജനങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. ഇനി വീടുമില്ല, കൂടുമില്ല, ഒന്നുമില്ല. സിദ്ദിഖ് എന്ന് പറയുന്നൊരു മന്ത്രി ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അവിടെ പോയി നാഴികയ്ക്ക് 40 വട്ടം വെള്ളം കോരി കുടിക്കാം, അതല്ലാതെ ഒന്നും ചെയ്യാനില്ല. പിണറായി വിജയനൊക്കെ ഒരു വീട് വെച്ച് കൊടുത്തപ്പോൾ എന്തൊക്കെ പുകില. നൗഫൽ എന്ന് പറയുന്നൊരു കൊങ്ങികളുടെ ഒരു അടിമയുണ്ടായിരുന്നു, ആ നാറിയടക്കം പറഞ്ഞത് അവൻ്റെ വീടുകളിലൊക്കെ വിള്ളലാണ്, വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോഴെന്നൊക്കെയാണ്. എന്നാൽ ആ കടുത്ത വേനലിൽ ഒരിടത്തും മഴയില്ല, പക്ഷെ അവൻ്റെ വീട്ടിൽ മാത്രം വെള്ളം വീഴുന്നുണ്ട്. അവൻ്റെ വീടിൻ്റെ മുകളിൽ മാത്രം ഈ കൊങ്ങികളൊരു കാർമേഘം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക, വെള്ളം കിനിഞ്ഞിറങ്ങിയാണ് എന്നായിരുന്നു അവൻ മെഴുകിയത്. അവൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ട് പറയുകയുണ്ട് അവൻ്റെ രാഷ്ട്രീയമാണ് അവനെ കൊണ്ടത് പറയിപ്പിച്ചത്, അല്ലാതെ ഈ വീടിന് ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ നന്ദികെട്ട ജനങ്ങളും ഇവരോടൊപ്പം ചേർന്ന് നിന്ന് കളിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് LDFന് വൻ പരാജയമുണ്ടായതും EVMന് നല്ലൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പാർട്ടി തിരികെ വരും, പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ജനങ്ങൾ തിരികെ വരും. ഒരു പാർട്ടി വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ലൊരു ശതമാനം ജനങ്ങളും തിരികെ വരുമെന്ന് പറയുന്നതായിരിക്കും. കാരണം തോറ്റുപോയിരിക്കുന്നത് ജനങ്ങളാണ്, നല്ലൊരു ശതമാനം ജനങ്ങൾ. നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ജനങ്ങൾ, ഈ നന്ദികെട്ട വൃത്തികെട്ട ജനങ്ങളല്ല, നെറികെട്ട ജനങ്ങളെയല്ല ഞാൻ പറയുന്നത്, നന്ദിയുള്ള ജനങ്ങൾ. എന്തായാലും ഉടനെ തന്നെ നമുക്കൊരു വലിയ മാറ്റം പ്രതീക്ഷിക്കാം. അത് നല്ല പോസിറ്റീവ് മാറ്റമൊന്നും ആയിരിക്കില്ല. എന്താണോ പിണറായി സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നൊരു മാറ്റമാണ് ഞാൻ ഈ ഉദ്ദേശിച്ചത്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വയനാട്ടിലെ ജനങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറ്റിക്കുകയാണെന്നൊന്നും മനസ്സിലാക്കാതെ അല്ല മനസ്സിലാവാതെ ആ പാവങ്ങൾ ഇപ്പോഴും നമ്പിയിരിക്കുകയാണ്. ആരെയാണ്? മേനോൻ സാറിനെ.
എന്തായാലും അടപടലം മൂഞ്ചത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഓക്കെ ബൈ.